പക്ഷെ തൊപ്പി എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് കൊടുക്കാനുള്ള ഞാൻ അത് ഉറപ്പാ. ഓക്കെ, ഇത് ഇനി എന്തുവാണെങ്കിൽ പറഞ്ഞു എനിക്ക് അതൊന്നും ഒരു വിഷയമല്ല. അന്ന ചിലപ്പോ പല ആളുകളും തന്നിട്ട് വിളിച്ചിട്ടുണ്ടാവും, വിഷയമല്ല. എഴുതി വെച്ചോ തൊപ്പിയ, എഴുതി വെച്ചോ. ആളോ മോനെ സാജാനെ, നീ ചെറിയ പിള്ളേർത്ത് ചോദിച്ചേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്, കേരളത്തിലെ മുഖ്യമന്ത്രി ആര് ചിലപ്പോൾ അറിഞ്ഞു വെച്ചില്ല. പക്ഷെ ഏറ്റവും നല്ല ബ്ലോഗർ ആര്, അല്ല തൊപ്പി ആരാന്ന് ചോദിക്കുക, അപ്പം ആൾക്കാർക്ക് അറിയാം. അതാണ് തൊപ്പി. ആ തൊപ്പിക്ക് കേരളത്തിന് പുറമേയും കേരളത്തിൽ ഒരുപാട് ഫാൻസ് ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷെ നീ തല്ലെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നടക്കാത്ത കാര്യം ഒരിക്കലും പറയരുത്. കണ്ടോടത്തോളം സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ കണ്ടോടത്തോളം തെറ്റ് നിന്റെ ഭാഗത്തേ ഉള്ളൂ. ആദ്യം നീയാണ് വെല്ലുവിളിച്ചത്, അതിലേക്കാണ് തൊപ്പി ഏറ്റെടുത്ത് വീണ്ടും വിളിച്ചത്. അത് പറഞ്ഞ കാര്യമില്ല. രണ്ടാമത് നീ ആ പെങ്കൊച്ചിൻ്റെ പറഞ്ഞ കാര്യം നോക്കാം. കല്യാണത്തിന് ഞങ്ങൾ ക്ഷണിക്കണേ. മെഹറിന്റെയും തൊപ്പിന്റെയും കല്യാണം നടക്കണം. ഒരു പവൻ സ്വർണ്ണം എന്റെ വക. പ്രീ വെഡിങ് ഷൂട്ട് ഒക്കെ സൂപ്പർമാൻ എന്റെ ഫ്രണ്ടാണ്. എനിക്കൊന്നും പറയാനില്ല. ശരിക്കും മെഹറിന് ശരിക്കും ആണ്ടോലെ മൊത്തം എന്റെ ഫ്രണ്ടാണ്. സത്യത്തിൽ എന്റെ ലൈൻ ആരാ? അത് ശരി. അപ്പൊ ഈ പെങ്കൊച്ചിൻ്റെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഏറ്റവും ചെച്ചത്രയാ. നീ ബ്ലോഗറായിരിക്കും, നിനക്ക് വലിയ സബ്സ്ക്രൈബർ ഒന്നും ഇല്ല. ഈ പെൺകൊച്ചിനെ ഒരുപാട് അറിയുന്ന ആൾക്കാരാണ്. ആ ഒരു പെൺകൊച്ചിന് നീ അങ്ങനെ പറയുന്നത് ശരിയാണോ? നിന്റെ കല്യാണത്തിൽ ഒരു പവൻ കൊടുക്കാൻ പോവാ, നീ വലിയ പാവപ്പെട്ട ആൾക്കാർക്ക് നീ പവൻ കൊടുക്കുന്നതിൽ പറ. അത് സമ്മതിക്കാം. ഉള്ള പെണ്ണ് പിള്ളേർക്ക്, ബൈക്കണ്ട പെണ്ണ് പിള്ളേർക്കും ഉള്ള ബ്ലോഗർമാർക്ക്, സെലിബ്രിറ്റികൾക്ക് നീ സ്വർണം കൊടുക്കുന്നതിനാ? അതും പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കല്. പിന്നെ എന്നാ കല്യാണം, എപ്പോഴാ കല്യാണം, ഏതാ കല്യാണം? ഒരു പെണ്ണിൻ്റെ അടുത്ത് നോക്കുക, ആ പെണ്ണെ നോക്ക്, നാണക്കേടായി. പക്ഷെ ആ പെണ്ണ് ഒരു തറവാടി പിറന്നത് കൊണ്ട് മാത്രം നിന്നില്ല, ഒന്നും കുറ്റം പറയില്ല. ആദ്യം നീ നന്നാവണം. ബാക്കിയുള്ള നിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ നീ ആദ്യം നന്നാവണം. നിന്നെ ഒരിക്കലും നന്നാവാൻ പറ്റില്ല. പക്ഷേ സോഷ്യൽ മീഡിയ കണ്ടുകൊടുത്തുള്ള ആൾക്കാരൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ തൊപ്പിക്കാണ് സപ്പോർട്ട്. എന്തുകൊണ്ടാകുമ്പോഴത്തേക്ക് തൊപ്പിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അത് സംഭവം ശരിയാണ്. എന്നാലും പക്ഷെ നിൻ്റെതാണെന്ന് നീയാണ് തുടക്കിയത്. പക്ഷെ നീ തൊപ്പിയെ വെല്ലുവിളിക്കൊന്നും ആയിട്ടില്ല. അതുകൊണ്ടാണ് പറയാം. പിന്നെ നീ നാട്ടിൻ്റെ പേര് വിളിച്ച മലപ്പുറം എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഈ കേരളത്തിൽ കണ്ടുകൊടുത്ത ഏറ്റവും നല്ലൊരു ജില്ലയാണ് മലപ്പുറം. മലപ്പുറത്തെ ഫുട്ബോളും തുഞ്ചത്ത് എഴുത്തച്ഛൻ ജനിച്ചതും ഏറ്റവും വിദ്യാഭ്യാസമായിട്ടുള്ള സ്ഥലം, ഏറ്റവും സമ്പന്നമായിട്ടുള്ള സ്ഥലം, എല്ലാത്തും കണ്ടത് മലപ്പുറം മെച്ചും എല്ലാവരും മലപ്പുറത്ത് ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ നീ ആയിട്ട് മലപ്പുറത്തിൻ്റെ താഴ്ത്താൻ നിൽക്കരുത്. ഓക്കെ, ഐ വിഷ് റിക്വസ്റ്റ്.